ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ നാനിറ്റാൽ ജില്ലയിൽ ഖൽദ്വാനി എന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമം. അവിടെ അങ്കിത് ചൗഹാൻ എന്ന 30 വയസ്സുള്ള ഒരു ബിസിനസ്സുകാരൻ കാറുകൾ വിൽക്കുന്ന ഷോറൂം, റെസ്റ്റോറന്റ്, മൊബൈൽ മെക്കാനിക് ഷോപ്സ് തുടങ്ങി ഒട്ടേറെ ബിസിനസ്സുകൾ ഇയാൾക്കുണ്ട്. അവിടുത്തെ പ്രധാന വ്യവസായികളിൽ ഒരാളാണ് ഇദ്ദേഹം. 2020 ജൂലൈ മാസം 14 വൈകിട്ട് ഒരു 4 മണിക്ക് തന്റെ ഷോപ്പിൽ നിന്നും കാറെടുത്ത് അങ്കിത് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം വീട്ടിലേക്കോ ഷോപ്പിലേക്കോ തിരികെ വന്നിട്ടില്ല. ഏറെ വൈകിയതിനാൽ അമ്മയും സഹോദരിയും അയാളുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്കിതിന് അച്ഛനില്ല, അമ്മയും സഹോദരിയുമാണ് കുടുംബത്തിലുള്ളത്. അതെ, അയാളൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ അയാളുടെ ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ആകാറില്ല, സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഇത് വളരെ വ്യത്യസ്തമായി തോന്നി. അതുകൊണ്ട് ആ കുടുംബം വല്ലാതെ ആശങ്കപ്പെട്ടു. അന്നത്തെ ദിവസം രാത്രി 9 മണിക്ക് അമ്മ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് മകനെ കാണാനില്ല എന്ന ഒരു പരാതി നൽകി. പോലീസും അവിടെ അന്വേഷണം ആരംഭിച്ചു. പക്ഷെ അയാളെ കണ്ടെത്താനേ സാധിച്ചില്ല. അടുത്ത ദിവസം ജൂലൈ മാസം 15 അങ്കിതിന്റെ വീട്ടിൽ നിന്നും ചില മൈൽ ദൂരം തീൻപാലി എന്നൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിന് സമീപമുള്ള ഒരു റോഡിൽ നീല നിറത്തിലുള്ള വോക്സ് വാഗൺ കാർ ഏറെ സമയമായി നിൽക്കുന്നത് ആ പ്രദേശവാസികൾ ശ്രദ്ധിച്ചു. കാറിന്റെ എഞ്ചിൻ ഓൺ ആണ്. ആളുകൾ അടുത്തേക്ക് ചെന്ന് നോക്കി. അതിന്റെ വിൻഡോ ഗ്ലാസ് മുഴുവനും മഞ്ഞ് മൂടിയതുപോലെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ AC ഓൺ ആയിട്ടുണ്ട്. എന്നാൽ കാർ ലോക്കാണ്. അകത്ത് ആരോ ഉറങ്ങുന്നത് പോലെയോ മയങ്ങിയ നിലയിലുള്ളതുപോലെയോ നാട്ടുകാർക്ക് തോന്നി. ഉടൻ തന്നെ അവർ പോലീസിനെ വിളിച്ചു. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ കാറിനെ തട്ടിയിട്ടും കുലുക്കി നോക്കിയെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. പോലീസ് എത്തി കാറിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പറ്റാത്തത് കൊണ്ട് ഒരു മെക്കാനിക്കിനെ വിളിച്ചു. വാതിൽ തുറക്കുകയും ചെയ്തു. അകത്തൊരാൾ കിടക്കുകയാണ്. ശരീരം മുഴുവനും തണുത്തുറഞ്ഞ അവസ്ഥയിൽ. കാരണം AC 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലായി. ഉടനെ തന്നെ അയാളെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇയാൾ മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു എന്ന്. എങ്ങനെയാണ് അയാൾ മരിച്ചത്? പുറത്ത് മുറിവോ ആക്രമണത്തിന്റെ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല. വിഷം കഴിച്ചോ? ACയിൽ നിന്ന് എന്തെങ്കിലും വിഷവാതകം വന്നോ? ആത്മഹത്യ ചെയ്തതാണോ? ഇപ്പൊ പോലീസിന് ഒന്നും തന്നെ വ്യക്തമായില്ല. അതുകൊണ്ട് പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. തുടർന്ന് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. അവർ സമീപത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു. അതുപോലെ തൊട്ടടുത്ത സ്റ്റേഷനുകളിൽ എന്തെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോഴാണ് അങ്കിത് ചൗഹാൻ എന്നയാൾ ഒരു ദിവസം മുൻപ് ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ശേഷം അയാൾ കാണാതായി. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ കുടുംബം പോലീസ് സ്റ്റേഷനിൽ വന്നൊരു മിസ്സിംഗ് കംപ്ലൈന്റ് തന്നു എന്നുള്ള കാര്യം ഇവരറിയുന്നത്. ആ കുടുംബത്തെ വിളിച്ച് കാര്യം പറഞ്ഞു. അടുത്ത സർക്കാർ ആശുപത്രിയിൽ തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. അത് തിരിച്ചറിയാനായി ഒന്ന് വരണമെന്നാവശ്യപ്പെട്ടു. അത് പരിശോധിക്കാനായി അങ്കിതിന്റെ സഹോദരിയും അമ്മയും അവിടെ എത്തി. ആ ഡെഡ് ബോഡി കണ്ട് അവരാകെ ഞെട്ടി. യാതൊരു സംശയവുമില്ല, ഇത് എന്റെ മകൻ അങ്കിതാണെന്ന് ആ അമ്മ പറഞ്ഞു. അമ്മയും സഹോദരിയും നിലവിളിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും പോലീസിനുള്ള ഒരു വെല്ലുവിളി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അങ്കിതിന്റെ മരണകാരണം പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കൂ. അത് ഒരു അപകടമാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ളത് അറിയാൻ കഴിയും. പോലീസ് കാത്തിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചു. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മാത്രമല്ല അങ്കിത് ചൗഹാന്റെ കുടുംബത്തിന് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കി. പോലീസ് അവരുടെ എക്സ്പീരിയൻസിൽ ഒരുപാട് കൊലപാതക കേസുകൾ കണ്ടിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർ ഉത്തരാഖണ്ഡിലെ ഏതൊരു സ്റ്റേറ്റിലും അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ ഇതുവരെ അനുഭവിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. പോലീസിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന് ശരിക്കും ആ കാറിൽ എന്ത് സംഭവിച്ചു? ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ ഇങ്ങനെയെല്ലാം ഒരു ക്രൈം ചെയ്യാൻ സാധിക്കുമോ? ഒരു സ്ത്രീക്ക് ഇങ്ങനെയെല്ലാം പദ്ധതിയിടാൻ കഴിയുമോ എന്ന് നമ്മെ പോലും ചിന്തിപ്പിക്കുന്ന വളരെ വിചിത്രമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങൾ ഈ ചാനൽ തുടർന്ന് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അവസാനം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റിൽ പറയാൻ മറക്കണ്ട. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്കിത് ചൗഹാന്റെ മരണകാരണം പാമ്പിന്റെ കടിയാണ്. പ്രായത്തിലുള്ള ഒരു പാമ്പ് അയാളെ കടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അപകടമാണോ കൊലപാതകമാണോ? ഇതിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഞാൻ ഇതിനകം പല കേസുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
പാമ്പ് കടിച്ചാൽ പോലും അതൊരിക്കലും ഒരു അപകടമെന്ന് പറയാൻ സാധിക്കില്ല. ആ പാമ്പ് എങ്ങനെ കടിക്കുന്നു, എവിടെ കടിക്കുന്നു, എത്ര തവണ കടിച്ചു, ഏത് രീതിയിൽ കടിച്ചു, ഏത് സ്ഥലത്ത് വന്ന് കടിക്കുന്നു, അങ്ങനെ ഒരു പാമ്പ് ആ ഏരിയയിൽ ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ പാറ്റേണുകൾ വെച്ചുകൊണ്ട് മാത്രമേ അത് കൊലപാതകമാണോ അപകടമാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും. പോലീസ് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കണ്ടു. പാമ്പ് 2 കാലിൽ കടിച്ചിട്ടുണ്ട്. അതും ഏകദേശം ഒരേ സ്ഥലത്താണ് പാമ്പ് കടിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യത കുറവാണ്. അതിനാൽ പോലീസ് പറഞ്ഞു ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് എന്ന്. അതിനുശേഷം പോലീസ് അങ്കിതിന്റെ ഫോൺ റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കുന്നു. അവസാനമായി ആരെ കാണാൻ പോയി അല്ലെങ്കിൽ ആരോട് സംസാരിച്ചു എന്നുള്ളത് അറിയാനായി. ആ സമയം മഹി ആര്യ എന്നൊരു പെൺകുട്ടിയുമായി സംസാരിച്ചുവെന്ന് മനസ്സിലായി. ഈ മഹി ആര്യ ആരാണെന്ന് ആ കുടുംബത്തോട് ചോദിച്ചു. പക്ഷെ ആ കുടുംബത്തിന് ആ പെൺകുട്ടിയെ കുറിച്ച് അറിയില്ല. എൻ്റെ മകനും ഇങ്ങനൊരു പെൺകുട്ടിക്കും യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല എന്നാണ് ആ കുടുംബം പറഞ്ഞത്. പക്ഷേ ഇവരുടെ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ ഇവർക്ക് 2 പേർക്കും എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ മഹി ആര്യയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെയാണെങ്കിൽ മഹി ആര്യയ്ക്കും ഈ ഒരു മരണത്തിനും തീർച്ചയായും എന്തോ ബന്ധമുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഇനി മഹി ആര്യയുടെ പിന്നിലേക്ക് തന്നെ പോകണം. അന്നത്തെ ദിവസം, ഈ കൊലപാതകം നടന്ന അന്നത്തെ ദിവസം അവൾ മറ്റാരോടൊക്കെയാണ് സംസാരിച്ചത് എന്ന ലിസ്റ്റാണ് പോലീസ് അടുത്തെടുത്തത്. അവൾ ദീപ് ഖാൻപാൽ എന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രമേശ് നാഥ് എന്ന മറ്റൊരാളോടും അവൾ സംസാരിച്ചിട്ടുണ്ട്. മൊത്തം 2 പേർ. അങ്ങനെ പോലീസ് ഈ 2 പേരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഈ ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പക്ഷേ രമേശിന്റെ ഫോൺ അത് ഓൺ ആണ്. ആ നമ്പർ ഇപ്പോഴും ആക്റ്റീവ് ആണ്. അവരിപ്പോഴുള്ള അതേ നാട്ടിൽ തന്നെയാണ് അയാളുടെ ലൊക്കേഷനും കാണിക്കുന്നത്. അപ്പോ അവനെ പിടിക്കുകയാണെങ്കിൽ ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ സാധിക്കും. ഇതേ സമയം മറ്റൊരു ടീം ചെയ്യുന്നത് മരിച്ചുപോയ അങ്കിത് അയാളുടെ ഫോൺ ലൊക്കേഷൻ ഹിസ്റ്ററി പരിശോധിക്കുന്നു. അവസാനം ഈ ഷോപ്പിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം കോരപ്പോട എന്നൊരു സ്ഥലത്തേക്ക് പോയി. പിന്നീട് ഒരു മലമേഖലയായ പൂജ്യാഘാത് എന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് അയാളുടെ ലൊക്കേഷൻ പിന്നീട് ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്ക് വന്നു. അവിടെ നിന്നാണ് പോലീസ് അയാളുടെ കാറും അയാളുടെ ഡെഡ് ബോഡിയും കണ്ടെത്തിയത്. ഇതാണ് അയാളുടെ ആ ഒരു ലൊക്കേഷൻ ഹിസ്റ്ററി. ഇപ്പോൾ ഈ ലൊക്കേഷനും ഇവരുടെ ഈ സംശയ പട്ടികയിലുള്ളവരുടെ ലൊക്കേഷനും മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത് അറിയണം. അങ്ങനെ എല്ലാവരുടെയും ഫോൺ ലൊക്കേഷൻ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഏകദേശം എല്ലാവരും ഇതേ ലൊക്കേഷൻസിലൂടെ കടന്നുപോയവരാണ്. ഇപ്പൊ പോലീസിന് മനസ്സിലായി ഇവർക്കെല്ലാം ഈ കൊലപാതകവുമായി എന്തൊക്കെയോ ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസിന് ഇപ്പോഴുള്ള ഒരേയൊരു വഴി ഇപ്പോൾ സജീവമായിട്ടുള്ള ഈ രമേശ് നാഥ് അയാളെ ചോദ്യം ചെയ്യണം. അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പോലീസിനെ ആകെ ഞെട്ടിപ്പിച്ചു. അവൻ ആദ്യമേ പറഞ്ഞത് ഞാനൊരു പാമ്പ് പിടുത്തക്കാരനാണ് എന്നാണ്. അപ്പൊ തന്നെ ഈ കേസ് ഏകദേശം ക്ലോസ് ആയി. ഇവനൊരു പാമ്പ് പിടിക്കുന്നവനാണ്. അങ്കിത് ചൗഹാൻ പാമ്പ് കടിച്ചാണ് മരിച്ചത്. മാത്രമല്ല അതൊരു കൊലപാതകവുമാണ്. അവസാനമായി അവനൊരു പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട്. അവളാണെങ്കിൽ ഈ പാമ്പ് പിടുത്തക്കാരനുമായി സംസാരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം പോലീസിനെ കൊണ്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പോലീസ് വീണ്ടും രമേശിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു. ഞാനും മഹിയും ദീപും ചേർന്നാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. കൂടാതെ ഞങ്ങളുടെ സംഘത്തിൽ ഉഷാ റാണി എന്ന മഹിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമുണ്ട്. അവളുടെ ഭർത്താവ് രാമവതാറും ഇതിൽ പങ്കാളിയാണ്. പോലീസ് പോലും പ്രതീക്ഷിക്കാത്തൊരു 2 പേർ ഇപ്പോഴായിരുന്നു ഈ കേസിനുള്ളിലേക്ക് കടന്നു വന്നത്. ഇപ്പോ എല്ലാം മനസ്സിലായി. ഈ ഒരു കേസ് ഇതോടുകൂടി അവസാനിച്ചു എന്ന് നോക്കിയാൽ ഇല്ല. കൊലപാതകം ചെയ്തതാരാണെന്നൊക്കെ മനസ്സിലായി. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് രമേശ് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയെല്ലാം പദ്ധതി ഇടാൻ കഴിയുമോ എന്ന് പോലും പോലീസ് ചിന്തിച്ചു പോയി. പോലീസ് ബാക്കിയുള്ള 4 പേരുടെയും സെൽഫോൺസ് തുടർന്ന് മോണിറ്റർ ചെയ്യുന്നു. ഈ സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞ് ഈ ഒരു കേസിൽ മറ്റൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചു. മഹിയുടെ സെൽഫോൺ, അവളുടെ കൂടെയുള്ള ദീപ് ഖാൻപാലിന്റെ സെൽഫോണും ഓൺ ആകുന്നു. അത് ഡൽഹി ലൊക്കേഷനിലായിരുന്നു കാണിച്ചത്. ഡൽഹിയിലേക്ക് ചെന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഉഷാ റാണി, ഭർത്താവ് രാമവട, ഇവരുടെ സെൽഫോൺ പശ്ചിമ ബംഗാളിലെ മാൾഡ എന്ന പ്രദേശത്താണ് ഓൺ ആയത്. അവിടെ വെച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോ ഈ കേസിൽ ബന്ധപ്പെട്ട 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവസാനമായി അങ്കിതിന്റെ കാറ് കണ്ടെത്തിയ സ്ഥലത്തുള്ള ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ കൃത്യം ആ ഒരു കാർ എവിടെയാണോ നിന്നത് അതിന് തൊട്ടടുത്ത് ഏതൊരു CCTV ക്യാമറകളും ഇല്ലായിരുന്നു. എന്നാൽ ആ ഡയറക്ഷനിൽ ഏതൊക്കെ കാറ് പോയി വന്നു, ഒരു പക്ഷേ ഈ കാറിനെ നോക്കി മറ്റേതെങ്കിലും കാർ യാത്ര ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ എല്ലാം മുൻപ് പരിശോധിച്ചിരുന്നു. ആ സമയം ഒരു വെള്ള നിറത്തിലുള്ള ടാക്സി അങ്കിതിന്റെ കാറിന് പുറകെ പോകുന്നത് കണ്ടു. ആ കാറിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണത്തിനിടയിൽ ആ കാറിൽ 5 പേർ യാത്ര ചെയ്തുവെന്നും അവർ ഹൽദ്വാനിയിൽ നിന്നും ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ വിവരം ലഭിച്ചിരുന്നു. പോലീസ് ഇപ്പൊ എല്ലാം ലിങ്ക് ചെയ്ത് നോക്കി. ആ കാറിൽ യാത്ര ചെയ്തവർ ഇവർ തന്നെയാണ്. അങ്കിതിന്റെ കാർ എവിടെയാണോ നിന്നത്
അതിന് തൊട്ടടുത്തൊരു ടാക്സി വന്ന് നിന്നിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന ഈ 5 പേരും ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടു. ഇതിൽ മഹിയാണ് പ്രധാനപ്പെട്ട കുറ്റവാളി. എല്ലാ പ്ലാനിങ്ങിന്റെയും ഒരു മാസ്റ്റർ ബ്രെയിൻ അവളായിരുന്നു. ഇപ്പോൾ അവൾക്കെതിരെ എല്ലാ എവിഡൻസും ഉണ്ടെന്ന കാര്യം അവൾക്ക് തന്നെ മനസ്സിലായി. ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായി. എന്ത് സംഭവിച്ചുവെന്ന് അവൾ പറയാൻ തുടങ്ങി. സംഭവം അറിയണമെങ്കിൽ ചില വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകണം. സ്കൂൾ കാലത്ത് നല്ലൊരു വിദ്യാർത്ഥിനിയായിരുന്നു. കാണാൻ സുന്ദരിയായിരുന്നു. നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് പുറകിൽ ഒരുപാട് പേർ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പക്ഷെ സ്കൂൾ കാലത്തിൽ അവൾ ഒരാളെ പ്രണയിച്ചു. ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് ആ ഒരു പ്രണയം ബ്രേക്ക് ആകുന്നു. അതിൽ അവൾക്ക് ഒരുപാട് ദുഃഖവും തോന്നി. പിന്നീട് നല്ല വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ സ്വാതന്ത്ര്യം വേണമെന്നതിന് വേണ്ടി അവൾ വീട് വിട്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്നതിന് ശേഷം ഒരുപാട് തെറ്റായ സുഹൃത്തുക്കൾ അവർക്ക് ലഭിച്ചു. അങ്ങനെ അവളൊരു വേശ്യാവൃത്തിയിലേക്ക് പോകുന്നു. അതായത് ഇവൾ ചെയ്യുന്ന ജോലി വളരെ വ്യത്യസ്തമാണ്, തെറ്റാണ്. അവൾ ആ ഏരിയയിലുള്ള സമ്പന്നരെ മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചത്. അവരുമായി മാത്രം ലിങ്കിലുണ്ടാകും. അതിലൂടെ അവൾ ഒരുപാട് പണം സമ്പാദിക്കാൻ തുടങ്ങി. പോലീസ് അന്വേഷണത്തിൽ മഹിയുടെ ഫോൺ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഹൽദ്വാനി എന്ന സ്ഥലത്തുള്ള ഏകദേശം ടോപ്പ് 20 ബിസിനസ്മാൻസിന്റെ ഫോൺ നമ്പേഴ്സ് ഇവളുടെ ഫോണിൽ ഉണ്ടായിരുന്നു. അത്രത്തോളം വലിയ വലിയ ആളുകളുമായി ഇവൾക്കൊരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇവളും പതിയെ പതിയെ സമ്പന്നയാകാൻ തുടങ്ങി. പണം ഒരുപാട് ലഭിച്ചു. അപ്പോഴാണ് ഒരു ദിവസം ദീപ് ഖാൻപാൽ എന്നയാളുമായി പരിചയപ്പെടുന്നത്. രണ്ടുപേരും പ്രണയിച്ചു. വിവാഹം കഴിക്കാനും പദ്ധതിയിട്ടു. ഒരു ദിവസം മഹി ആര്യയും ഈ ദീപ് ഖാനും ഒരു കാറ് വാങ്ങാനായി ഷോറൂമിലേക്ക് പോകുന്നു. ആ ഷോറൂം അങ്കി ചൗഹാന്റെ ആയിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായി മഹി അങ്കിതിനെ മീറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും സുഹൃത്തുക്കളായി. ദിവസങ്ങൾ കഴിയുന്തോറും രണ്ടുപേരും പ്രണയിക്കാനും തുടങ്ങി. ശാരീരികമായി ഒരു ബന്ധമുണ്ടാകാൻ തുടങ്ങി. അങ്കിത് ഇടയ്ക്കിടെ മഹിയുടെ വീട്ടിലേക്ക് പോയി വരും. എന്നാൽ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മഹിയുടെ ജോലി എന്താണ്, അവൾ എന്ത് ചെയ്യുന്നു, അവൾ ചെയ്യുന്ന ഈ തെറ്റായ ജോലി, ഇതൊന്നും അയാൾക്കറിയില്ലായിരുന്നു. അറിയാതെ പ്രണയിക്കാൻ തുടങ്ങി. ഈ സമയം മഹി തന്റെ വീട്ടിലെ ജോലികൾക്കായി ഉഷാറാണി എന്ന സ്ത്രീയെ നിയമിച്ചു. ഉഷാറാണിയുടെ ഭർത്താവും ആ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വന്നു പോകും. തുടർന്ന് ഉഷാറാണിയും മഹിയും നല്ല സുഹൃത്തുക്കളാകുന്നു. അങ്കിതും ആ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വന്നു പോകും. എല്ലാവരും ഒരുമിച്ചിരുന്ന് പാർട്ടി, മദ്യപാനം, എല്ലാവരും ഹാപ്പി ആയിരുന്നു. തുടർന്ന് അങ്കിത് മഹിയെ വിവാഹം കഴിക്കണം എന്നൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അയാൾക്ക് സത്യം മനസ്സിലാകുന്നത്. ഈ മഹി എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന്. ആ സമയം ഇയാൾ എന്ത് ചെയ്യണമായിരുന്നു? അവളെ ഉപേക്ഷിച്ച് പോകണമായിരുന്നു. പക്ഷെ അങ്കിത് അവിടെ ചെയ്തൊരു തെറ്റ്, അപ്പോൾ പോലും അവളെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചില്ല. അവളെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. നിന്നെ കാണാൻ ഒരുപാട് പുരുഷന്മാർ ഇവിടെ വന്നു പോകുന്നുണ്ടല്ലോ, എല്ലാം നീ കട്ട് ചെയ്യണം. ഇനി എന്നെ കൂടാതെ മറ്റാരോടും ഏതൊരു റിലേഷൻഷിപ്പും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ അവളിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി. ആ വീട്ടിൽ വെച്ച് മദ്യപിക്കാൻ പാടില്ല എന്ന് വരെ പറഞ്ഞു. മഹിക്ക് ഇപ്പോൾ മദ്യപിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഉഷാറാണിയുടെ വീട്ടിലേക്ക് ചെന്ന് അവിടെ വെച്ച് മദ്യപിക്കാൻ തുടങ്ങി. ഇതും അങ്കിത് ഒരു ദിവസം മനസ്സിലായി. ഇതിൽ ദേഷ്യം വന്ന അങ്കിത് ഉഷാറാണി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് ആ ഹൗസ് ഓണറെ കണ്ട് കാര്യം പറയുകയും ഉഷാറാണിയെയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. ഈ സമയത്തൊക്കെ മഹി ചിന്തിച്ചത്, ഇയാൾ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല, എന്നെ ഉപേക്ഷിക്കുന്നുമില്ല. ഉപേക്ഷിച്ചാൽ എനിക്ക് പഴയ ജോലി ചെയ്ത് അതുപോലെ ജീവിക്കാം, അതും സമ്മതിക്കുന്നില്ല. പകരം എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ലഭിക്കുന്ന സമ്പത്തും ജീവിതവും എല്ലാം ഇയാൾ നശിപ്പിക്കുകയാണ്. ഇവൻ കാരണം ജീവിതത്തിൽ തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നു. അതേസമയം ഈ വേലക്കാരി ഉഷാറാണി ചിന്തിച്ചത്, ഇവർക്കിടയിലുള്ള പ്രശ്നം കാരണം എനിക്കാണ് വീട് നഷ്ടമായത്, ഞാനിപ്പോൾ തെരുവിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ മഹി ആര്യ പാവം തോന്നി വേലക്കാരിയെയും ഭർത്താവിനെയും കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചു. ഇപ്പൊ ഇവരെല്ലാവരും ഒരുപോലെ വെറുക്കുന്നത് അങ്കിത് ചൗഹാനെയാണ്. ഇയാൾ ഒരാൾ കാരണം നമ്മുടെ ജീവിതങ്ങളിൽ ഇത്രയേറെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നൊരു ഘട്ടത്തിൽ മഹി ഒരു കാര്യം തീരുമാനിച്ചു. തൻ്റെ ജീവിതത്തിൽ നിന്നും ഇയാളെ നീക്കം ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തനിക്ക് ഒരിക്കലും സമാധാനം കാണില്ല. അയാളെ കൊല്ലാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഇതൊരു കൊലപാതകമായി തോന്നാൻ പാടില്ല, ഒരു അപകടമായി സൃഷ്ടിക്കണം. ഇന്റർനെറ്റിൽ ഒരുപാട് അവൾ തിരയാൻ തുടങ്ങി. എങ്ങനെയാണ് ഒരു കൊലപാതകം അപകടം പോലെ സെറ്റ് ചെയ്യുക? അവസാനമാണ് പാമ്പ് കടിച്ച് മരിച്ചു എന്നുള്ള ചില കാര്യങ്ങൾ അവർ അറിയുന്നത്. പാമ്പ് കടിച്ചാൽ തന്നെ പലരും അപകടം എന്നല്ലേ ചിന്തിക്കുക. എന്തുകൊണ്ട് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് അയാളെ കൊല്ലാൻ പാടില്ല? ആ ഒരു മെത്തേഡ് അവൾ ഫിക്സ് ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇവിടെ വേണ്ടതൊരു പാമ്പാണ്. അതിനൊരു പാമ്പാട്ടിയെ വേണം, അയാളുടെ ഒരു കോണ്ടാക്ട് വേണം. ഇവൾക്ക് അങ്ങനെ ആരെയും അറിയില്ല. അതിനുവേണ്ടി അവൾ ചെയ്തത്, ഇതിനകം അവൾ പ്രണയിച്ച ദീപ് ഖാൻ, അയാളെ കോണ്ടാക്ട് ചെയ്യുന്നു. ഈ അങ്കിത് സമ്പന്നനായതുകൊണ്ട് അവൾ ദീപ് ഖാനെ ഒഴിവാക്കി. ഇപ്പോൾ അവൾക്ക് മുൻ കാമുകന്റെ സഹായം ആവശ്യമായി വന്നപ്പോൾ ദീപ് ഖാനെ കോണ്ടാക്ട് ചെയ്യുന്നു. അയാളും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അയാളുടെ ജോലി പാമ്പാട്ടിയെ കണ്ടെത്തുക, വിഷം കൂടിയൊരു പാമ്പിനെ കൊണ്ടുവരണം. ഇതാണ് അയാളുടെ ജോലി. അയാൾ ഒരുപാട് തിരഞ്ഞു. രമേശ് നാഥ് എന്നൊരു പാമ്പാട്ടിയെ കണ്ടെത്തുന്നു. ഈ പാമ്പാട്ടിയെ മഹി നേരിട്ട് ചെന്ന് കാണുന്നു. എന്നാൽ അയാളോട് അവൾ പറഞ്ഞ കഥകൾ വേറെയായിരുന്നു. അയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരാളെ ഞാൻ പ്രണയിച്ചു, അയാൾ എന്നെ വഞ്ചിച്ചു, അവനെ വിവാഹം കഴിഞ്ഞു,
എന്നാൽ എൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന ഫോട്ടോസ് എല്ലാം വെച്ചുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതം തന്നെ എനിക്ക് നഷ്ടമായി. ആത്മഹത്യ ചെയ്യുക അല്ലാതെ മറ്റു മാർഗമില്ല. ഇങ്ങനെ അയാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്കിതിനെ പാമ്പ് വെച്ച് കടുപ്പിക്കണമെന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഈ രമേശ് എന്ന പാമ്പാട്ടി പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതെൻ്റെ വർക്ക് എത്തിക് അല്ല, എനിക്ക് ഭയമാണെന്നൊക്കെ പറഞ്ഞു. ഈ സമയം മഹിയാര്യ പാമ്പാട്ടിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകാൻ തുടങ്ങി. ഞാൻ ഒരുപാട് പണം നൽകാം, ഇത് ചെയ്തു തരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, ഇങ്ങനെ ഒരു മോഹന വാഗ്ദാനങ്ങൾ നൽകി. ഒരു ഘട്ടത്തിൽ രമേശ് ഈ സംസാരങ്ങളെല്ലാം വിശ്വസിച്ച് അയാൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ കോബ്ര പോലെ വളരെ വിഷമേറിയൊരു പാമ്പ് വേണം. അതുകൊണ്ട് അയാൾ പറഞ്ഞത് അല്പം ഒന്ന് കാത്തിരിക്കുക, എനിക്ക് അത്രയും വിഷമുള്ള ഒരിനം പാമ്പ് കിട്ടട്ടെ, അതിനുശേഷം നമുക്ക് ഈ പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്നു. ജൂലൈ മാസം 6-ാം തീയതി ഇയാൾക്ക് ഒരു ബ്യൂട്ടി സലൂണിൽ നിന്നും കോൾ വരുന്നു, അങ്ങനൊരു പാമ്പ് വന്നിട്ടുണ്ട്, അതിനെ പിടിക്കണമെന്ന്. അയാൾ ചെന്ന് ആ പാമ്പിനെ പിടിക്കുന്നു. അത് വിഷമേറിയ കോബ്ര ഇനമായിരുന്നു. അത് കടിച്ചാൽ മരണം നിശ്ചയമാണ്. ഉടൻ തന്നെ അയാൾ മഹിക്ക് ഫോൺ ചെയ്തു, നമുക്ക് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാമെന്നും പറഞ്ഞു. ഇവിടെ പദ്ധതി അങ്കിതിനെ സ്വന്തം വീട്ടിലേക്ക് വിളിക്കണം, ഒരു പാർട്ടി നടത്തണം, അയാൾക്ക് ഒരുപാട് മദ്യം ഒഴിച്ചു കൊടുക്കണം, അയാൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട ശേഷം പാമ്പ് വെച്ച് കടിക്കുക, കൊലപ്പെടുത്തുക. അങ്ങനെ പാമ്പ് കിട്ടി 2 ദിവസം കഴിഞ്ഞ് ജൂലൈ മാസം 8-ാം തീയതി അങ്കി ചൗഹാനെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. മഹി പറഞ്ഞത് എനിക്ക് ബർത്ത്ഡേ ആണ്, പാർട്ടി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അവനും വരുന്നു. മഹി ആര്യ അവൻ ഒരുപാട് മദ്യം കൊടുത്തു. വീടിനുള്ളിൽ മുറിയിൽ ഈ പാമ്പാട്ടി പാമ്പുമായി കാത്തിരിക്കുകയാണ്. ജോലിക്കാരി, ഭർത്താവ്, മഹിയുടെ മുൻകാമുകനായ ദീപക് എല്ലാവരും കാത്തിരിക്കുകയാണ്. അവന് സ്വബോധം എപ്പോ നഷ്ടപ്പെടും, എപ്പോ അവനെ കൊല്ലാമെന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നാൽ അവൻ മദ്യം കഴിച്ചതിന് ശേഷം അങ്കിത് പറഞ്ഞത് എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഒന്ന് പോകണമെന്ന്. ഇല്ല. ഒരു ദിവസം അവിടെ താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇല്ല, എനിക്ക് പ്രധാനപ്പെട്ട ജോലിയുണ്ട്, പോയേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ജൂലൈ മാസം 8-ാം തീയതി ഇവർ വിരിച്ച വലയിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു. എന്നാൽ അതിനുശേഷം ജൂലൈ മാസം 14-ാം തീയതി ഫോൺ വിളിച്ച് വീണ്ടും വരാൻ ആവശ്യപ്പെട്ടു. വീട്ടിലൊരു പാർട്ടി ഉണ്ടെന്ന്. അയാളും പാർട്ടിയിൽ പങ്കെടുക്കാനായി വരുന്നു. എന്നാൽ ഇതായിരുന്നു അങ്കി ചൗഹാന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പാർട്ടി. അങ്ങനെ 14-ാം തീയതി വീട്ടിൽ നിന്നും തിരിച്ച് അയാൾ പാർട്ടിക്ക് വരുന്നു. ഇത്തവണ ഡ്രിങ്ക്സിന്റെ കൂടെ തന്നെ ഉറക്ക ഗുളികയും കലർത്തി കൊടുത്തു. ഒരുപാട് ഗുളികകൾ കലർത്തി. ഇപ്പോൾ അയാൾക്ക് വല്ലാത്തൊരവസ്ഥ, ബോധം നഷ്ടപ്പെടുന്ന പോലെ തോന്നുകയാണ്. പതിയെ പതിയെ അയാൾ മയങ്ങി, നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അവനെ ബെഡ്റൂമിൽ കൊണ്ടുചെന്ന് കിടത്തി. അവന്റെ ബോധമെല്ലാം നഷ്ടമായതിനു ശേഷം മുറിയിൽ ഒളിച്ചിരുന്ന 4 പേർ പുറത്തേക്ക് വരുന്നു. രമേശ് എന്ന പാമ്പാട്ടി ബാഗിലുണ്ടായിരുന്ന കോബ്ര പാമ്പിനെ എടുത്ത് അങ്കി ചൗഹാന്റെ കാൽ തന്നെ കടിപ്പിച്ചു. ഒരു തവണ കടിച്ചാൽ മാത്രം മതി, ആ വിഷം മരണം തന്നെ കൊണ്ടുവരും. എന്നാൽ ഇവിടെ മഹിക്ക് ചെറിയൊരു സംശയം, ഒരു തവണ കടിച്ച് മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വീണ്ടും ഒരു തവണ കൂടെ അടുത്ത കാലിൽ കൂടെ കടിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പാമ്പാട്ടി അടുത്ത കാലിൽ അതേ സ്ഥലത്ത് തന്നെ പാമ്പിനെ വെച്ചു. പാമ്പും അവിടെ കടിച്ചു. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവൻ മരിക്കുകയും ചെയ്തു. എല്ലാവരും അടുത്ത് പദ്ധതി ഇടാൻ തുടങ്ങി. തൊട്ടടുത്ത് ഒരു മലപ്രദേശമുണ്ട്, അവിടെ നിന്നും താഴെ ഇട്ടാൽ മതി. അങ്ങനെ അയാളുടെ ഡെഡ് ബോഡി അയാളുടെ കാറിന്റെ പിൻ സീറ്റിൽ കൊണ്ടുവന്ന് കിടത്തി. ദീപ് ഖാൻ അയാളുടെ കാർ ഓടിക്കാനും തുടങ്ങി. ഒരു വെള്ള നിറത്തിലുള്ള ടാക്സി വാടകയ്ക്കെടുത്ത് ബാക്കിയുള്ള എല്ലാവരും പുറകിലെ വരികയാണ്. ഇവരുടെ പദ്ധതി അങ്കി ചൗഹാന്റെ കാർ മലമുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുക, പിന്നീട് രക്ഷപ്പെടുക. എന്നാൽ അവിടെ ചെന്ന് കാർ താഴെയിടാൻ നോക്കിയപ്പോഴാണ്, എന്നത്തെയും പോലെ അല്ലാതെ അന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. അടുത്ത് എവിടെ പോകാമെന്ന് പദ്ധതി ഇടാൻ തുടങ്ങി. അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതിനടുത്തൊരു ഡെസേർട്ടഡ് ആയ റോഡ് ഉണ്ട്. ആളുകൾ അധികമൊന്നും അതുവഴി നടക്കാറില്ല. ഇപ്പം മഹി പറഞ്ഞത് വണ്ടി ഇവിടെ തന്നെ നിർത്തിയാൽ മതി, AC ഓൺ ചെയ്തിടുക, വണ്ടി ഓൺ ആയി തന്നെ ഇരിക്കട്ടെ, ഡോറുകളെല്ലാം ലോക്ക് ചെയ്യുക. ഇങ്ങനെ ദീപ് ഖാന് മഹി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അവൻ അതുപോലെ തന്നെ ചെയ്തു. തുടർന്ന് എല്ലാവരും അവർ വന്ന ആ വെള്ളക്കാറിൽ തന്നെ കയറി രക്ഷപ്പെട്ടു. ഇതിനിടെ മഹി പറഞ്ഞത് എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്യുക. നമ്മുടെ പദ്ധതി ആദ്യം ഡൽഹിയിലേക്ക് പോകണം, ഡൽഹിയിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്ക് പോകണം, അവിടെ നിന്ന് എല്ലാവരും നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു പോകണം. ഇതാണ് പദ്ധതി. അങ്ങനെ എല്ലാവരും ഡൽഹിയിലേക്ക് പോകുന്നു. ഇതിനിടെ ഉഷാറാണിയും ഭർത്താവും പശ്ചിമ ബംഗാളിലേക്കും പോകുന്നു. കാരണം അവരുടെ സ്വന്തം സ്ഥലം പശ്ചിമ ബംഗാളാണ്. അവിടെ നിന്നും നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ എളുപ്പമാണ്. ഇങ്ങനെ ബാക്കിയുള്ളവർ ഡൽഹിയിൽ തന്നെ താമസിക്കുന്ന സമയത്താണ് ഈ രമേശ് എന്ന പാമ്പാട്ടിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ജോലിയുണ്ട്, തനിക്ക് ഹൽദ്വാനിയിലേക്ക് തന്നെ പോകണം എന്ന് കരുതി അങ്ങോട്ടേക്ക് വരുന്നു. അവിടെ വന്നപ്പോഴാണ് രമേശ് അവൻ്റെ ഫോൺ ഓൺ ചെയ്തത്. ഫോൺ ആക്റ്റീവ് ആയപ്പോഴാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. പിന്നീടാണ് ഈ കൊലപാതകവുമായി ലിങ്കായ ഓരോരുത്തരെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ ഒരു കേസ് ഇപ്പോഴും കോടതിയിൽ അന്വേഷണത്തിലാണ്. ഈ ഒരു കേസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയൊക്കെ ഒരു കൊലപാതകം ചെയ്തിട്ട് അത് സ്വാഭാവിക മരണം പോലെ ആക്കാൻ ശ്രമിച്ചാൽ പോലും അത് തീർച്ചയായും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അവർ പോലും അറിയാതെ
അത് അവർ പോലും അറിയാതെ അവർ ഒരു തെളിവ് ഉപേക്ഷിക്കും. അതിപ്പോൾ ഏത് ക്രൈം ആയാലും ശരി, പാമ്പ് കടിച്ചാലും സ്ലോ പോയിസൺ ആയാലും എന്ത് തന്നെ ആയാലും എല്ലാം കണ്ടെത്താൻ സാധിക്കും. ഇപ്പോഴുള്ള പോലീസിന്റെ കഴിവ് കൊണ്ടും ടെക്നോളജി കൊണ്ടും. സ്വാഭാവിക മരണവും പദ്ധതിയിട്ട് ചെയ്ത കൊലപാതകവും രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കും. അതും ഈ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും ഒരു അപകടം എന്ന് പറയാനേ സാധിക്കില്ല. അതിന് പല പാറ്റേൺ, അന്വേഷണ രീതികൾ എല്ലാം തന്നെയുണ്ട്. അവയിലൂടെയൊക്കെ നമുക്ക് വളരെ കൃത്യമായി തന്നെ കണ്ടെത്താനും സാധിക്കും. ഇവർ വളരെ ബുദ്ധിപൂർവ്വമൊക്കെ കൊലപാതകം ചെയ്ത് സ്വാഭാവിക മരണമാക്കാനൊക്കെ ശ്രമിച്ചാൽ പോലും അവർ ചെയ്തൊരു തെറ്റുണ്ട്. അയാളുടെ ഡെഡ് ബോഡി ഡ്രൈവർ സീറ്റിൽ ഇരുത്തുന്നതിന് പകരം ബാക്ക് സീറ്റിലായിരുന്നു ഇരുത്തിയത്. മുൻ സീറ്റിൽ ഇരുന്ന വ്യക്തി താഴെ ഇറങ്ങിയപ്പോൾ പാമ്പ് കടിച്ചു, മരിച്ചു, അങ്ങനെ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാമായിരുന്നു ഇവർക്ക്. എന്നാൽ ബോഡി പിൻ സീറ്റിൽ വെച്ചിട്ട് കാറ് നിർത്തിയിട്ട് പോയി. അപ്പോൾ തന്നെ പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പാസഞ്ചർ സീറ്റിലാണ് അയാൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മറ്റാരോ ഉണ്ടായിരുന്നു, മറ്റാരോ കാർ ഓടിച്ചിരുന്നു. അപ്പോൾ തന്നെ അത് പദ്ധതിയിട്ട കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയേറെ പദ്ധതിയിട്ട് കൊലപാതകം ചെയ്താൽ പോലും ഈ ഒരു ചെറിയ തെറ്റവർ ചെയ്തു, അതവർ മനസ്സിലാക്കാതെ വിട്ടു. ഇതായിരുന്നു വളരെ പ്രധാനപ്പെട്ടൊരു തെളിവായി തന്നെ മാറിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെറ്റ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവളുടെ ജോലി മനസ്സിലായതിനു ശേഷം അയാൾ എന്ത് ചെയ്യണമായിരുന്നു? ആ ഒരു കോണ്ടാക്ട് കട്ട് ചെയ്യണമായിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ ഇങ്ങനെയൊക്കെയായി, ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് പോകണമായിരുന്നു. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ തനിക്ക് വേർപിരിയാൻ കഴിയില്ല എന്നൊരു മനസ്സാണെങ്കിൽ അവളെ തന്നെ വിവാഹം കഴിക്കണമായിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം നയിക്കണമായിരുന്നു. അതും ചെയ്തില്ല. വിവാഹം കഴിച്ച് അവളുടെ കൂടെ ജീവിച്ചതുമില്ല, അവളെ വിട്ട് വേർപിരിഞ്ഞതുമില്ല. അവളുടെ ജീവിതം നശിപ്പിക്കാൻ, അവളെ നിയന്ത്രിക്കാൻ, അവളെ കൺട്രോൾ ചെയ്യാനായിരുന്നു അവൻ ശ്രമിച്ചത്. 24 മണിക്കൂറും ഒരു പെൺകുട്ടിയെ നിയന്ത്രിച്ചു കൊണ്ടേയിരുന്നാൽ സാധാരണ ആർക്കും അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ മഹിയാണെങ്കിൽ ഇതിനകം ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള പെൺകുട്ടിയാണ്. 20 ബിസിനസ്മാൻസുമായി കോൺടാക്ട് ഉള്ള ഒരു പെൺകുട്ടി. അവളെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചാൽ അവൾ എന്ത് ചെയ്യും? അങ്ങനെയായിരുന്നു അയാളെ കൊല്ലണം എന്നുള്ളൊരു ചിന്ത ആ പെൺകുട്ടിക്കുള്ളിൽ വരാൻ തന്നെ കാരണം. ഈ ഒരു കേസിലെന്നല്ല, പല കേസുകളിലും പറയുന്നത് പോലെ എല്ലാവരും വളരെ ഈസിയായി ചിന്തിക്കും ഒരു കൊലപാതകം ചെയ്തിട്ട് സ്വാഭാവിക മരണമാക്കാമെന്ന്. അത് തീർച്ചയായും 99.9% പോസിബിളേ അല്ല. വളരെ വളരെ ഈസിയായി തന്നെ കണ്ടെത്തും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.